ഇടുക്കി രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ ഫണ്ട് അനുവദിക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി വിവേചനപരമായി പെരുമാറുന്നുവെന്ന് ആരോപിച്ച് UDF മെമ്പർമാർ രംഗത്ത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ പഞ്ചായത്ത് മെമ്പർമാർക്കുള്ള തുക അനുവദിച്ചതിലാണ് LDF ഭരണസമിതി വിവേചനപരമായി പെരുമാറിയത് എന്നാണ് ആരോപണം. 2024-25 സാമ്പത്തിക വർഷത്തിൽ പഞ്ചായത്ത് മെമ്പർമാർക്ക് വാർഡിന്റെ വികസനത്തിനായി നൽകുന്ന തുക അനുവദിക്കുന്നതിൽ വിവേചനം കാണിക്കുന്നു എന്നാണ് UDF അംഗങ്ങളുടെ ആരോപണം. രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ 2024-25 വർഷങ്ങളിലെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് വിഹിതത്തിൽ കൊടുത്തതിൽ UDFന്റെ മെമ്പർമാരെ, അതായത് 6, 9, 12 വാർഡുകളിലെ അംഗങ്ങൾക്ക് 5 ലക്ഷവും 5 ലക്ഷം വീതമാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ മറ്റ് LDF വാർഡിലെ അംഗങ്ങൾക്ക് 41 ലക്ഷം, 38 ലക്ഷം, 25 ലക്ഷം, ഇതിൽ 20 ലക്ഷം മുതൽ 15 ലക്ഷം മുതലാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വിവേചനമാണ് ഈ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് നടമാടിയിരിക്കുന്നത്. അതിനെതിരെ ഞങ്ങൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. LDF നേതൃത്വം നൽകുന്ന രാജകുമാരി പഞ്ചായത്ത് ഭരണസമിതിയിൽ 20 മുതൽ 30 ലക്ഷം വരെ ഇടതുമുന്നണിയെ പ്രതിനിധീകരിക്കുന്ന അംഗങ്ങൾക്ക് അനുവദിച്ചപ്പോൾ UDF അംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് എന്നാണ് ആരോപണം. ഈ സാമ്പത്തിക വർഷം എനിക്ക് 5 ലക്ഷം രൂപയാണ് ലഭിച്ചത്. കഴിഞ്ഞ വർഷങ്ങളിൽ കിട്ടിയ 2 റോഡുകൾക്കുള്ള ഫണ്ട്, ഒരു റോഡിന് എനിക്ക് ഫണ്ട് കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു. ഈ പ്രാവശ്യം എനിക്ക് എല്ലാവർക്കും 20 ലക്ഷം 40 ലക്ഷം ഒക്കെ അനുവദിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് വെറും 5 ലക്ഷം രൂപ മാത്രമാണ്. എൻ്റെ വാർഡിലെ റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയാവസ്ഥയിലാണ് ആ റോഡ് ഇപ്പോൾ കിടക്കുന്നത്. വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF അംഗങ്ങളുടെ വാർഡുകളിൽ വികസനം എത്തുന്നില്ല എന്ന ചർച്ച കൊണ്ടുവരാൻ LDF നടത്തുന്ന രാഷ്ട്രീയ ഇടപെടലാണ് പഞ്ചായത്തിലെ ഫണ്ട് വിതരണവുമായി ബന്ധപ്പെട്ട വിവേചനം എന്നാണ് UDFന്റെ നിലപാട്. കുളപ്പാറച്ചാൽ വാർഡിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട കൃഷിഭവൻ റോഡ്, തകർന്ന് തരിപ്പണമായി കിടന്നിരിക്കുന്ന ആ റോഡ് ഒന്ന് പുനരുദ്ധരിക്കാൻ, അതിൻ്റെ മെയിൻ്റനൻസ് നടത്തുവാൻ വർഷങ്ങളായിട്ട് വാർഡ് മെമ്പർ പഞ്ചായത്ത് ഭരണസമിതിയിൽ ആവശ്യപ്പെട്ടിട്ട് പോലും അത് നടപ്പിലാക്കുവാൻ തയ്യാറാകാതെ, ഫണ്ട് അനുവദിക്കാതെ വളരെ പക്ഷപാതപരമായ നിലപാടാണ് പഞ്ചായത്ത് ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് അപലപിക്കപ്പെടേണ്ടതും പ്രതിഷേധ അർഹവുമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായ സമരമാർഗങ്ങളുമായിട്ട് UDFന്റെ നേതൃത്വത്തിൽ തീർച്ചയായിട്ടും സമരമാർഗങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. വിവേചനത്തിനെതിരെ അധികൃതർക്ക് പരാതി നൽകുമെന്നും പഞ്ചായത്ത് ഭരണസമിതിയുടെ നിലപാടിനെ നിയമപരമായി നേരിടുമെന്നും UDF മണ്ഡലം കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും ഉടൻ സംഘടിപ്പിക്കുമെന്ന് UDF പ്രാദേശിക നേതൃത്വം പറയുന്നു. ന്യൂസ് മലയാളം, ഇടുക്കി.